എന്താണ് ഡാൻസിനോട് ഇത്രയും ഇഷ്ടം? അതെങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? അതെന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്നത് എന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം എനിക്ക് ഒരു മേ ബി നമ്മള് ഒരു പാട്ട് കേൾക്കുമ്പോ കിടന്ന് തുള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റേ ഈ പാട്ടില്ലേ, കടലിനക്കരെ പോണോരെ, അത് മമ്മി ഡാഡി എപ്പോഴും പറയും ആ പാട്ട് പാടിയിട്ട് ഭയങ്കര ഡാൻസ് ആണെന്ന് ഞാൻ. ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര തുള്ളലായിരുന്നു, ചെറിയ കുഞ്ഞായിരുന്നു അപ്പം. അപ്പൊ അങ്ങനെ ഉള്ളിലൊരു വാസന ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് കൊണ്ടുപോയി എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർക്കുന്നത്. മമ്മി പാട്ട് പാടും, ഡാൻസ് ചെയ്യുമായിരുന്നു. ഓ, ഓ, എന്നുവെച്ചാൽ ഓ. അങ്ങനെ ഭയങ്കര ഡാൻസർ അല്ല, അന്നത്തെ കാലത്ത് ചെറുതായിട്ടൊക്കെ, അല്ലാണ്ട് ക്ലാസിക് ബേസിക്കലി പഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പാട്ട് പാടുമായിരുന്നു മമ്മി ഉം, നന്നായിട്ട്. ഉം, അപ്പം ഉം. അങ്ങനെ ആണ് എന്നെ കൊണ്ടുപോയി ചേർത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് കുറച്ച് ഞാനും അതില് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓ, ഓ. അതാണ്. പിന്നെ സരസ്വതി ടീച്ചറുടെ അടുത്ത്, എം.ടി. സാറിന്റെ വൈഫ് സരസ്വതി ടീച്ചർ, കലാമണ്ഡലം ക്ഷേമാവതി. എൻ്റെ ഫസ്റ്റ് മാസ്റ്റർ പേര് എനിക്കൊന്ന് കേളപ്പൻ മാസ്റ്റർ, ശശി മാഷ്, ഇവരൊക്കെ എൻ്റെ കുഞ്ഞുകാലത്തുണ്ടായിരുന്ന മാഷുമാരാണ്. ഓ, ഓ, പിന്നെയാണ് സരസ്വതി ടീച്ചറുടെ അടുത്തും ക്ഷേമാവതി ടീച്ചറുടെ അടുത്തും ഒക്കെ പങ്കെടുത്തത്. ഞാൻ സ്കൂളിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തതും ആദ്യമായിട്ട് സ്റ്റേറ്റ് ഡാൻസിന് പോകുന്നത് ആ ഞാനാണ്. സ്കൂളിലല്ലേ? സ്കൂളിൽ പ്രസന്റേഷൻ, അതിനു മുമ്പ് ഇതുവരെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആരും പങ്കെടുത്തിട്ടില്ല. ഫസ്റ്റ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ അന്ന് പങ്കെടുക്കുന്ന വേറെ തന്നെ ഒരു വൈബല്ലേ സ്റ്റേറ്റ് അന്ന് യൂത്ത്? കാസർഗോഡായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവല്. ഈ അഞ്ജലി എന്ന് പറഞ്ഞാൽ അഞ്ജലി എന്റെ സീനിയറാണ്. ആ, അഞ്ജലി സ്കൂളിൽ ഒരു വർഷം കണ്ട് അഞ്ജലി പഠിച്ചിട്ടുള്ളൂ ആ, പ്രസന്റേഷന്. ആ, അഞ്ജലി ആ. എന്റെ സീനിയർ ആയിരുന്നു. അഞ്ജു എന്നായിരുന്നു ഞങ്ങൾ, അഞ്ജു മാധവ്, അതാണ് റെക്കോർഡിങ്ങിലായിട്ടുള്ള നെയിം. ഓ, 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 ഓ. അഞ്ജു മാധവ് അങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. ആ, ആ, ഓ, ഞാൻ ഡാൻസ് കളിക്കുന്ന അഞ്ജലി മേനോനെ. ആ ഡാൻസറാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യും. ആണല്ലേ? നന്നായിട്ട് ഡാൻസ് ചെയ്യും ഓക്കെ, അഞ്ജലി. ഓക്കെ, ഞങ്ങളൊക്കെ ഓക്കെ. കോമ്പറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ. അഞ്ജലി എന്റെ ഒരു വർഷം സീനിയർ, ഒരു വർഷമാണെന്ന് തോന്നുന്നുണ്ട്, 1-2 വർഷം സീനിയറാണ് എന്നെക്കാളും. ഓ, അപ്പൊ ഞങ്ങൾ ഓ. ഒരുമിച്ച് ഗ്രൂപ്പ് ഡാൻസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 10th സ്റ്റാൻഡേർഡിന് പോലും യൂണിറ്റ് ടെസ്റ്റ് ഒന്നും എഴുതാതെ പോയി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതായിരുന്നു. എനിക്ക് എന്തായാലും ഡാൻസിന് പോകണം. കാരണം 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതുണ്ടല്ലോ, 10ാം ക്ലാസ് ആയി ആ, എസ് കഴിഞ്ഞാൽ എസ് എൽ പിന്നെ സി. ആ, അയ്യോ SSLC ആണ്, ഡാൻസിന് പോകണ്ട, അതിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഉണ്ട് കുട്ടികൾ. ഞാൻ ഇപ്പോൾ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്, ഇവിടെയുണ്ട് ഇപ്പോൾ കുട്ടികൾ 10th ആകുമ്പോഴത്തേക്കും ഈ വർഷം വരുന്നില്ല. ആ. കാരണം അതന്നെ ഒരു എനിക്ക് മിത്താണത്. വല്ലാത്തൊരു, ആ. കാരണം നമുക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് മനസ്സിൽ. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുവോ, അല്ലെങ്കിൽ 12 hours പഠിച്ചാലും അതിൽ ഒരു മണിക്കൂർ ഡാൻസിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് അത്രയും പഠിച്ചതെല്ലാം മറന്നു പോവോ, അതോ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് റിഫ്രഷിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉം, ഡാൻസ് എന്ന് ഉം, പറയുന്നത്. ഉം, ഉം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിലും ഒക്കെ ഡാൻസ് കണ്ടിന്യൂ ചെയ്ത്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, അതൊരു വലിയ കാര്യമാണ്. ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇന്നും ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ആരൊക്കെയാണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഈ ഡാൻസിനോടുള്ള പാഷനുണ്ട്, എന്നാൽ അപ്പുറത്തെ ഫിസിക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കുറ്റബോധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡെലിവറി ഒക്കെയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. മീൻസ് കുറേ വണ്ണം കൂടിപ്പോയ ശേഷം പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് വണ്ണമുള്ളവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ പെർഫോം ചെയ്താലേ ഓഡിയൻസ് വരയ്ക്ക് എത്തുള്ളൂ. ഇപ്പോൾ വണ്ണം കുറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ ആ, അത് കൺവേ കമ്മ്യൂണിക്കേറ്റ് ആവും. ചെയ്യും. ആ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇത്രയും മൂവ് ചെയ്യണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഡ്രസ്സ് ഇട്ട് എന്നെ കാണാൻ കൊള്ളൂല, അപ്പോൾ ഭയങ്കര തടിയായിട്ട് തോന്നും. പക്ഷേ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഒന്നും നോക്കാറില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ വണ്ണുള്ളവരെ ഇളകി ചെയ്ത് കഴിഞ്ഞ് പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ എൻജോയ് ചെയ്താണ് ഡാൻസ് ചെയ്യാറ്. എത്ര വണ്ണുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെ ഡാൻസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വണ്ണം കുറയും കൂടി, പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് ലൈക്ക് പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കുമല്ലോ, ജീവിതചര്യകളും അതെ, എല്ലാം അതെ, അതെ, അതെ. അനുസരിച്ച്. അപ്പം മോനുണ്ടായി, അത് കഴിഞ്ഞ് മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ വണ്ണം വെച്ചു. പിന്നെ ഇടയ്ക്ക് ഒന്ന് കുറഞ്ഞു, പിന്നെ ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും. പക്ഷെ എനിക്കത് അങ്ങനെ കളിക്കാൻ പറ്റാതെ ആയിട്ടില്ല ഇതുവരെ. ആ, ആ, പക്ഷെ ആ. എന്ത് വണ്ണുണ്ടെങ്കിലും ഞാൻ കളിക്കുമായിരുന്നു. ഓ, ഓ, അതൊരു പാഷനാണ്. അതൊരു പാഷൻ തന്നെ. അത് ഇപ്പൊ ആൾക്കാർ പറഞ്ഞോട്ടെ, ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ഫസ്റ്റ് അത് നോക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പക്ഷെ എനിക്ക് കാണാൻ ഭംഗിയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എനിക്ക് പറ്റാത്ത ഡാൻസ് ഞാൻ ചെയ്യത്തില്ല. ഞാൻ എല്ലാ ടൈപ്പും ചെയ്യുമായിരുന്നു പണ്ട്, സിനിമാറ്റിക് അത് ഇത്. ഇപ്പോഴും ടപ്പാങ്കൂത്തും ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അത് ഞാനെടുത്ത് നോക്കിയിട്ട് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല. എനിക്കത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ചെയ്യൂല. ഉം, ഉം, ഉം. ഇപ്പൊ നേരത്തെയൊക്കെ കുറേ ഈ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഉം. ഇപ്പൊ എന്തോ എനിക്കത് ആ ഫിസിക്കലി ചേരില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ല. എനിക്ക് പറ്റുന്നൊരു സ്റ്റൈലാണെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ ചെയ്യും, എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ.
ആ, ആ, ആ. എന്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനും ഒക്കെ തയ്യാറുമാണ്. ഈ തമിഴ് സീരിയലിൽ ചിന്നത്തമ്പി അഭിനയിച്ചതിന് ശേഷം ഈ ചിന്നത്തമ്പി എന്നുള്ള പേര് തന്നെ തമിഴ് സിനിമേനെയും തമിഴ്നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് സ്റ്റേജുള്ള ഒരു പേരാണ്. പ്രഭു എന്നുള്ള ആക്ടറൊക്കെ ആയിട്ട് അത്രയും അസോസിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഖുഷ്ബു എന്നുള്ള ആക്ട്രസിനെ വലിയൊരു രീതിയിലേക്കൊക്കെ എത്തിച്ച സിനിമയും കൂടിയാണ്. അപ്പൊ ആ പേരിലൊരു സീരിയൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ കൗതുകം ഉണ്ടായിരുന്നു. ചിന്നത്തമ്പി ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? അയ്യോ! വലിയ മാറ്റങ്ങളല്ലേ കൊണ്ട്. ചിന്നത്തമ്പി എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൊരു സീരിയലാണ്. അത് എന്നെ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് അടുത്തൊരു സീരിയൽ ചെയ്യാനാണെങ്കിൽ തന്നെയും ഓഡിയൻസിൻ്റെ ഇടയിലുള്ള ഒരു ഇതും എല്ലാത്തിനും ഇത് വരുമല്ലോ. പക്ഷെ ചിന്നത്തമ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. പിന്നെ അതിന് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് അവിടെ വിജയ് ടിവിയുടെ അവാർഡ് കിട്ടി, ബെസ്റ്റ് മദർ എന്നുള്ള അവാർഡ്. അത് 2 വർഷം ചിന്നത്തമ്പി 2-2.5 വർഷം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് അടുത്ത വർഷവും ആ കാറ്റഗറിയിൽ എനിക്ക് അവാർഡ് കിട്ടി. ഞാൻ ഫസ്റ്റ് എൻ്റെ മോൻ അത്യാവശ്യം ഡാൻസ് ചെയ്യും, കൊറിയോഗ്രാഫറാണ്. അപ്പം അന്ന് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ സമയത്തോ എന്തോ ആണ്. അപ്പം അവനും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എന്നുവെച്ചാൽ അത്രയും അവർ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിനെ മാത്രമല്ല, അവിടെ എന്തൊരു ചെറിയ ടാലന്റ് ഉണ്ടെങ്കിലും അത് നമ്മളെ ഷോക്കേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫ്രീഡം തരാണ് അവിടെ. സ്റ്റേജിൽ കയറിയിട്ടാണെങ്കിലും ഞാൻ ഡാൻസ് ചെയ്തു, മോൻ ഞങ്ങൾ ഒന്നിച്ച് ഡാൻസ് ചെയ്തു. അവിടുത്തെ എൻ്റെ റിയൽ സണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ആഘോഷമാണ് വിജയ് ടി വി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ചെന്ന് എല്ലാവരെയും കാണുക, ആ സമയത്താണല്ലോ എല്ലാവരും ഒന്നിച്ച് കൂടുക. അങ്ങനെ വലിയൊരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. കുറച്ചുകൂടി വെൽക്കമിങ് ആണല്ലേ തമിഴ്? യെസ്, ഓഫ് കോഴ്സ്. ഭയങ്കര വെൽക്കമിങ് ആണ്. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഞാൻ പറയാതിരിക്കാൻ വയ്യ, നമ്മളുടെ ഡയറക്ടർ അരുൾ രാജൻ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം കാരണമാണ് ഞാൻ ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു സീരിയലിൽ, എൻ്റെ പ്രൊഡ്യൂസറിന് അറിഞ്ഞൂടാ, വിജയ് ടി വിക്ക് എന്നെ അറിഞ്ഞൂടാ, അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അത് അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്നും ഉണ്ടാവും അരുൾ രാജൻ സാർ. ഇപ്പോഴും വല്ലപ്പോഴൊക്കെ സാറിനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചിന്നത്തമ്പിയിലേക്ക് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് അവിടെ കുറച്ച് ഉള്ളിലോട്ട് തിരുത്തനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ കുറച്ചൊരു പ്ലോട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ കാലിനടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് എന്നെ ഉഴിഞ്ഞ്, അങ്ങനെ അത്രയ്ക്കും ഇതുള്ള ആൾക്കാരായിരുന്നു ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ. ടൗണിൽ കുറേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള അവിടുത്തെ ആൾക്കാരുടെ അയ്യോ എന്തൊരു സ്നേഹാന്നറിയോ. അമ്മ എന്നും പറഞ്ഞിട്ട് അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അമ്മ എന്നുള്ള, എനിക്കന്ന് ഭയങ്കര അധികം പ്രായമൊന്നും ഇല്ലല്ലോ, ഞാൻ അത്രയും വലിയൊരു കുട്ടി പയ്യൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള പ്രായം എനിക്കില്ല. പക്ഷെ എന്നാലും ആ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയായിട്ടാണ് അവർ നമ്മളെ കാണുന്നത്.